ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും JK തോട്ട്സിലേക്ക് സ്വാഗതം. JK തോട്ട്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ദിവസത്തിൽ നടന്ന LGS ലെവൽ പരീക്ഷയുടെ ചോദ്യ പേപ്പറാണ്. അപ്പൊ ചോദ്യ പേപ്പർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം കട്ട് ഓഫ് ഉയരാൻ ഇനിയുള്ള LGS പരീക്ഷയ്ക്ക് സാധ്യതയുണ്ടെന്നും എത്രത്തോളം നിങ്ങൾ കോമ്പീറ്റ് ചെയ്യണം, എത്രത്തോളം നിങ്ങൾ മത്സരിക്കണം, ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്റെ കൂടെ തന്നെ ചെയ്തു പോരുക. താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തത് ചോർച്ച സിദ്ധാന്തത്തിന്റെ പിതാവ്. ഒന്നാമത്തത് ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തത്തിന്റെ പിതാവ്. അപ്പൊ നമുക്കറിയാം ചോർച്ച സിദ്ധാന്തത്തിന്റെ പിതാവാണ് അദ്ദേഹം. പക്ഷെ ചോദ്യം എന്താണ്? ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദ്യം. അടുത്തത് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. അതും എന്താണ്? ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ, അത് തെറ്റാണ്. AO ഹ്യൂമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത് ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന അല്ല. അടുത്തത് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അപ്പൊ തന്നിരിക്കുന്നതില് ബന്ധമില്ലാത്ത ഒരു ഒറ്റ പ്രസ്താവനയേ ഉള്ളൂ, അത് മൂന്നാമത്തെ പ്രസ്താവനയാണ്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? അത് AO ഹ്യൂമാണ്. ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, അതുപോലെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്, ഇന്ത്യയുടെ വന്ധ്യവയോധികനൊക്കെ ദാദാഭായ് നവറോജിയാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോട്ടാണ്. ആരാണ് പറഞ്ഞത്? ഓപ്ഷൻ A ആണ്, ബാലഗംഗാധര തിലകനാണ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും പറഞ്ഞത് ബാലഗംഗാധര തിലക്. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? അപ്പോ കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യങ്ങൾ, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ. ഇത് എടുത്ത് SCRT പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1857 ഒന്നാം സ്വാതന്ത്ര്യത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓപ്ഷൻ D ആണ്. ഈ തന്നിരിക്കുന്നതെല്ലാം എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങളാണ്. ഒന്ന് മാത്രമല്ല, കർഷകരുടെ ദുരിതങ്ങളല്ല, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം മാത്രമല്ല, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, ശിപായിമാരുടെ ദുരിതങ്ങൾ മാത്രമല്ല, ഇവയെല്ലാം ആണ്. അടുത്തത്, ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? നിങ്ങൾക്കറിയാം ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ B ആണ്, അരുണ ആസഫ് അലിയാണ്. ആരാണ്? അരുണ ആസഫ് അലി. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സ്ഥാപിച്ചത് ആരാണ്? ഓപ്ഷൻ C ആണ്, സൂര്യ സെൻ ആണ്. സൂര്യ സെൻ ആണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് നോക്കാം. ഒന്നാമത്തത് മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. അടുത്തത്, മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. അതും ബന്ധപ്പെട്ടതാണ്. മാപ്പിള കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന്റെ കാരണം. അതും ശരിയാണ്. അപ്പൊ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. സോ ഓപ്ഷൻ D ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഒന്നാമത്തത് കുണ്ടറ വിളംബരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം. ഇതിലേതാണ് ആദ്യം നടന്നത്? ഏകദേശം ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്തായാലും ആദ്യം നടന്നത് കുണ്ടറ വിളംബരാണ്, അല്ലെ? വേലുത്തമ്പി ദളവ കുണ്ടറ വിളംബരം നടത്തിയത് 1800-കളിലാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ എന്നാണ്? കുണ്ടറ വിളംബരാണ് ആദ്യം നടന്നത്. പിന്നെ നടന്നത് ഏതാണ്? പിന്നെ നടന്നത് മലയാളി മെമ്മോറിയൽ ആണ്. മലയാളി മെമ്മോറിയൽ. അത് കഴിഞ്ഞിട്ട് ഗുരുവായൂർ സത്യാഗ്രഹം. ലാസ്റ്റ് ആണ് ഏത് നടന്നത്? നിവർത്തന പ്രക്ഷോഭം നടന്നത്. ഒന്ന് കുണ്ടറ വിളംബരം, അത് കഴിഞ്ഞ് മലയാളി മെമ്മോറിയൽ,
അത് കഴിഞ്ഞ് ഗുരുവായൂർ സത്യാഗ്രഹം, അത് കഴിഞ്ഞ് നിവർത്തന പ്രക്ഷോഭം. സോ ഇവയുടെ എല്ലാം വർഷങ്ങൾ പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ SRT പുസ്തകത്തിലുള്ള ഫാക്റ്റുകൾ മാത്രമാണ്. ഓക്കെ, അടുത്തത് ചേരുംപടി ചേർക്കുക. ഒന്നാമത്തത് അയ്യങ്കാളി. അയ്യങ്കാളി സ്ഥാപിച്ചത് ഇതിനകത്ത് ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ഏത്? സാധുജന പരിപാലന സംഘമാണ് അയ്യങ്കാളി സ്ഥാപിച്ചത്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഒന്നാമത്തേല് 2 വരുന്നതാ നോക്ക്, ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി 1 3 1 1 1 4. അപ്പൊ ആ ഒരു ഒറ്റ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയാമെങ്കിൽ ബാക്കി എല്ലാം ആൻസർ ചെയ്യാം. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അതായത് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ സ്ഥാപിച്ചത് ഏതാണ്? അത് പ്രത്യക്ഷ രക്ഷാദൈവ സഭ. വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് ഏത്? ആത്മവിദ്യാ സംഘം. വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. അപ്പൊ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആൻസർ അറിഞ്ഞാൽ ഇതിന് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ചത് കൃതി ഏതാണ്? ഓക്കെ, ഒന്നാമത്തത് ദർശനമാല, വേദാധികാര നിരൂപണം, ആത്മോപദേശ ശതകം, ദൈവദശകം. അപ്പൊ ഇത് കണ്ടാല് ഒന്നുകിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളൊക്കെ അറിയാന്നുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പിക്കാൻ പറ്റും. ദർശനമാല എഴുതിയത് ശ്രീനാരായണ ഗുരു, ആത്മോപദേശ ശതകം അദ്ദേഹത്തിന്റെ തന്നെയാണ്, ദൈവദശകവും ശ്രീനാരായണ ഗുരുവിന്റേതാണ്. അപ്പോ അവിടെ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത് മാത്രമേ ഉള്ളൂ? വേദാധികാര നിരൂപണം മാത്രമാണ്. അടുത്തത് 10ാമത്തെ ചോദ്യം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ശരിയായതാണ് നമുക്ക് വേണ്ടത്. അപ്പോ ഏതൊക്കെയാണ് ശരിയായത് നോക്കാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ്. ശരിയാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. ഇതിന് നേതൃത്വം നൽകിയത് DK മാധവനാണ്. അതും ശരിയാണ്. AK ഗോപാലനായിരുന്നു ഏതിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ? വൈക്കം സത്യാഗ്രഹത്തിന്റെ. അതെന്താണ്? അത് ശരിയായതാണോ? അല്ല. വൈക്കം സത്യാഗ്രഹത്തിന്റെ അല്ല, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു ഏത്? AK ഗോപാലന്റേത്. അപ്പൊ AK ഗോപാലൻ. മന്നത്ത് പത്മനാഭൻ ഇതുമായി ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് സവർണ ജാഥ നയിച്ചു. അപ്പൊ അതും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. അപ്പൊ തന്നിട്ടുള്ളതില് സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. DK മാധവനാണ് ഇതിന് നേതൃത്വം നൽകിയത്. മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചു. ഇത് ഇത്രയും ശരിയായിട്ടുള്ളത് ആണ്. ഓക്കെ ആണല്ലോ. ദെൻ ഒരു കാര്യം പറയാനുള്ളത്, ഈ 10 ചോദ്യങ്ങളും SCRT ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും സിലബസ് അനുസരിച്ചിട്ടുള്ള SCRT ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് PSC ബേസിക്സിന്റെ ആപ്പ് വഴി നിങ്ങൾക്ക് 400 രൂപയ്ക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കോഴ്സിന്റെ പ്രത്യേകത, ഇത് SCRT കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തിരുന്നു, പ്ലസ് മാത്സ് ഉൾപ്പെടെയാണ് ഫിനിഷ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു സിലബസ് തരും, ഒരു സ്റ്റഡി പ്ലാൻ തരും. ഈ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ട് ഡെയിലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ്, അത് ബേസ് ചെയ്തിട്ടുള്ള PDF നോട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് പ്രിന്റ് എടുത്ത് പഠിക്കാം. പിന്നെ അത് ബേസ് ചെയ്തിട്ട് ഓരോ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ്, പ്രസ്താവന ചോദ്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾക്ക് തരുന്നതാണ്. അതുപോലെ തന്നെ മാത്സും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആവും. താല്പര്യമുള്ളവർക്ക് PSC ബേസിക്സിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു SCRT ഫിനിഷിംഗ് മന്ത്ര എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏത്? ഓപ്ഷൻ സി ആണ്. 1950 ജനുവരി 26-നാണ് ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ഇത് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 86ാമത് ഭേദഗതി 2002-ലാണ്. 86ാമത് ഭേദഗതി 2002. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഓപ്ഷൻ സി ആണ്. ഭാഗം 4A-യിലാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ക്വസ്റ്റ്യൻ ആദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓപ്ഷൻ സ്വത്തവകാശമാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്. ആൻസർ ഓപ്ഷൻ എ ആണ്.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? ബ്രിട്ടൻ ഉണ്ട്, ബ്രസീൽ ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്. ഇതിനകത്ത് എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏതിനാണ്? ബ്രിട്ടനാണ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. DY ചന്ദ്രചൂഡ്. അടുത്ത ചോദ്യം, നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓം ബിർളയാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ, ശരിയായതാണ് വേണ്ടത് VP മേനോനെ പറ്റിയിട്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് ആര്? VP മേനോൻ. ശരിയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമാണ്. അപ്പൊ അത് ശരിയാണോ? ഓപ്ഷൻ എന്താണ്? തെറ്റാണ്. അതിലെ അംഗമല്ല. സർദാർ വല്ലഭായ് പട്ടേലിന്റെ കൂടെ നിന്നു എന്നുള്ളതല്ലാതെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ആരംഗമായിരുന്നില്ല? VP മേനോൻ അംഗമായിരുന്നില്ല. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് അദ്ദേഹമാണ്. അത് ശരിയാണ്. 1952 അസമിൽ ഗവർണറായി ചുമതലയേറ്റു. അത് തെറ്റാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ VP മേനോനെ കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന 2 എണ്ണം ഉണ്ട്. ഒന്ന്, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് അദ്ദേഹം. അതുപോലെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ്. സോ ഓപ്ഷൻ ബി ആണ്, എയും സിയും ആണ് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതാണ്? 1961 വരെ പോർച്ചുഗലിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത് ഏതാണ്? ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പയാണ്. ഇതിന്റെ ശില്പി ആരാണ്? ഓപ്ഷൻ ബി ആണ്, വിക്രം സാരാഭായി ആണ്. വിക്രം സാരാഭായി. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? എവിടെയാണ്? ബൊക്കാറോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബൊച്ചാറയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്, റഷ്യയാണ്. ഏതാണ്? റഷ്യ. ദെൻ 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഓപ്ഷൻ ഡി ആണ്, സുസ്ഥിര വികസനമാണ്. സുസ്ഥിര വികസനം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കേരള സർക്കാരിന്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏതൊക്കെയാണ്? ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഏത്? സഞ്ജയ. ഈ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏതാണ്? ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയസ്സ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കല്, മുകളിൽ പറഞ്ഞവ എല്ലാം. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവ എല്ലാമാണ് ആൻസർ വരുന്നത്. മുകളിൽ പറഞ്ഞവ എല്ലാം സഞ്ജയ ചെയ്യുന്നുണ്ട്. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതിയുടെ പേര് എന്താണ്? നമ്മളെല്ലാം ഇപ്പൊ പേടിച്ചാണ് വണ്ടി ഓടിക്കുന്നത് അല്ലെ? കാരണം എന്താണ്? AI വെച്ചിട്ടുണ്ട്, AI ക്യാമറകൾ. ഈ പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ ബി ആണ്, സേഫ് കേരളയാണ്. സേഫ് കേരള. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഈ ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? ഏതാണ്? ഓപ്ഷൻ കാവേരി, കൃഷ്ണയല്ല, നർമ്മദ, താപ്തി എന്താണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളാണ്. അപ്പൊ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ബി ആണ്, 2 മാത്രമാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ. ചന്ദ്രയാൻ 1ന്റെ പ്രോജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3യുടെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? എന്താണ്? ചന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ ആരാണ്? ഓപ്ഷൻ എ ആണ്, ഡോക്ടർ പി വീരമുത്തുവേലാണ്. ഡോക്ടർ പി വീരമുത്തുവേലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്?
കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം SCRT-യിലുള്ളതാണ് പോർഷൻ. കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ്? ഓപ്ഷൻ സി ആണ്, നീർവാർച്ചയുള്ള മണ്ണാണ്. നീർവാർച്ചയുള്ള മണ്ണാണ് ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭൂമിശാസ്ത്ര ഘടകം. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആന്ധ്രാപ്രദേശ്. ഇത് ഇന്ത്യൻ മഹാസമുദ്രവുമായി ബംഗാൾ ഉൾക്കടലുമായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, അതിർത്തി പങ്കിടുന്നത്. ബാക്കി ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് ഒക്കെ കൊങ്കൺ തീരത്തുള്ളതാണ്. അത് അറബിക്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്നു. അടുത്തത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്ത്? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കാണ്. ഓക്കെ, വടക്കാണ് രണ്ടും ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? മാനസ സരോവർ തടാകത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഗംഗാ നദിയാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് ഉത്ഭവിക്കുന്നത്? ഗംഗാ നദി എന്താണ്, മാനസ സരോവർ തടാകത്തിൽ നിന്നല്ല ഉത്ഭവിക്കുന്നത്. അപ്പൊ അത് തെറ്റാണ്. അറബിക്കടലിൽ പതിക്കുന്നു, തെറ്റാണ്. 2900 കിലോമീറ്റർ നീളം, അതും തെറ്റാണ്. ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്. അപ്പൊ അതെന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ഡി ആണ്, ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്. വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഏതാണ്? വെള്ളവും വളവും കണികാരൂപത്തിൽ ട്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഫെർട്ടിഗേഷൻ ആണ്. ഇതേ ചോദ്യം SCRT പുസ്തകത്തിലുണ്ട്. സോ നിങ്ങൾ തീർച്ചയായിട്ടും SCRT പഠിച്ചിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ കോഴ്സിന്റെ കാര്യം മറക്കണ്ട. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ്, വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്, അതായത് തെറ്റായത് ഏതെന്നാണ്. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. അപ്പൊ അതെന്താണ്? അത് ശരിയാണ്. കേരളത്തില് ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ, അത് തെറ്റ്. പെരിയാറാണ് ഏറ്റവും നീളമുള്ള നദി. സോ ഇവിടത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്തത് 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? വയലാർ അവാർഡ് കിട്ടിയത് ഏത് കൃതിക്കാണ് കിട്ടിയത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ജീവിതം ഒരു പെൻഡുലത്തിനാണ് കിട്ടിയത്. ജീവിതം ഒരു പെൻഡുലം. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത്? ഏത് വർഷമായിട്ട് ആചരിക്കുന്നു? ഐക്യരാഷ്ട്ര സംഘടന ഏത് വർഷമായിട്ടാണ് 2023 ആചരിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ എ ആണ്, ചെറുധാന്യ വർഷമാണ്. 2024 ആണെങ്കിൽ അത് ഒട്ടക വർഷമാണ്. അടുത്ത ചോദ്യം പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാം? മുതിരപ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ, തൊടുപുഴയാർ, കട്ടപ്പനയാർ. ഇതിനകത്ത് പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയെന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം തന്നെ പെരിയാറിന്റെ പോഷക നദികളാണ്. അടുത്തത് ചേരുംപടി ചേർക്കുക. നെയ്യാർ എവിടെയാണ്? തിരുവനന്തപുരമാണ് നെയ്യാർ. ചെന്തുരുണി കൊല്ലം. കരിമ്പുഴ മലപ്പുറം. അടുത്തത് കൊട്ടിയൂർ കണ്ണൂര്. അപ്പൊ തന്നിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ചേരുംപടി വരുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനായ ജേതാക്കളായ ഡോക്ടർ കാറ്ററിൻ കാരിക്കോയും ഡോക്ടർ ട്രൂ വൈസ്മാൻ എന്നിവർക്കും എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? ഏതിനാണ്? mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ്. എന്തിനാണ്? mRNA വാക്സിൻ വികസിപ്പിച്ചതിനാണ്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. അതായത് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ്. 1978 നിലവിൽ വന്നത്. തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നു. അപ്പൊ അത് തെറ്റാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്നല്ല ഇരവികുളം ദേശീയോദ്യാനം അറിയപ്പെടുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. അടുത്ത ചോദ്യം
കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഓപ്ഷൻ എ ആണ്, പോത്തുകല്ലാണ്, പോത്തുകൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ്? തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായല് ഓപ്ഷൻ ബി ആണ്, വേമ്പനാട്ട് കായലാണ്. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. മുതിരപ്പുഴയാറ് നമുക്കറിയാം പെരിയാറിന്റെ പോഷക നദിയാണ്. അപ്പൊ അതിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ്, ഒന്നു മാത്രമാണ്. ഏതൊക്കെ? പള്ളിവാസലും ചെങ്കുളവുമാണ് മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ തീരപ്രദേശത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് വേണ്ടത്. തീരപ്രദേശത്തിന്റെ പ്രത്യേകതകളാണ് വേണ്ടത്. അപ്പോ നോക്കാം. ഏതാണ്? ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്, അത് ശരിയാണ്. സഹ്യപർവ്വത നിരയുടെ ഭാഗം തെറ്റ്. റബ്ബർ ധാരാളമായി കൃഷി ചെയ്യുന്ന സ്ഥലം തെറ്റ്. സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്ന പ്രദേശം, അതും തെറ്റാണ്. സോ ഓപ്ഷൻ സി ആണ്, ഉപ്പ് രസമുള്ള എക്കൽ മണ്ണാണ് കേരളത്തിന്റെ പ്രദേശത്തിന്റെ പ്രത്യേകത. ഇന്ത്യൻ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഓപ്ഷൻ സി ആണ്, തമിഴ്നാടാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. കത്തിയവാർ പീഠഭൂമി, സുന്ദർബൻ ഡെൽറ്റ, ആരവല്ലി ഉപദ്വീപ്, ഹുഗ്ലി പർവ്വതം. ഇതിനകത്ത് ഏതാണ് ശരിയായ ജോഡി? ഏതാണ് ശരിയായ ജോഡി? ഓപ്ഷൻ ബി ആണ്, സുന്ദർബൻ ഡെൽറ്റ എന്നതാണ് ശരിയായിട്ടുള്ള ജോഡി. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിൽ കണ്ടതാണ്. ഓപ്ഷൻ ഡി ആണ്, എന്ത്? കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ്. ഏത്? COP28. ഇത് 2023 ഡിസംബറിൽ നടന്നത് എവിടെയാണ്? UAE-യിലാണ് നടന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങൾ, മൗലിക കടമകളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 11 മൗലിക കടമകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചിട്ടായിരുന്നു? ഓപ്ഷൻ ബി ആണ്, തിരൂർ ബേപ്പൂർ. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് പാലിന്റെ പരിശുദ്ധി നോക്കാനാണ്. ഓപ്ഷൻ സി ആണ്. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? UK ഉണ്ട്, ഇന്ത്യ ഉണ്ട്, കെനിയ ഉണ്ട്. ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത ഓപ്ഷൻ ബി ആണ്. ഈ 3 രാജ്യങ്ങളും കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. ഹരിതഗൃഹവാതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, നൈട്രജൻ ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് ഒക്കെ എന്താണ്? ഹരിതഗൃഹവാതകങ്ങളാണ്. INA-യുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? INA, ഇന്ത്യൻ നാഷണൽ ആർമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കൾ ആരെല്ലാം? ഓപ്ഷൻ എ ആണ്, സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയും. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വൈറ്റമിൻ ഏത്? അതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. ഏതാണ് രോഗം? ഓപ്ഷൻ സി ആണ്, ജീവകം ഡി ആണ്. ഇതിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് കണയാണ്, കണ. അടുത്ത ചോദ്യം എന്താണ്? നോക്കാം. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആണ്, നെല്ലുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിലെ കടുവാ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്ന് ഏതാണ്? തന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടുവാ സംരക്ഷണ കേന്ദ്രമാണ് ഏത്? ഓപ്ഷൻ ഡി, പറമ്പിക്കുളം ഒരു കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, മനുഷ്യ ശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് രക്തപര്യന വ്യവസ്ഥയാണ്. അത് ശരിയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. ശരിയാണ്.
മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. അതും ശരിയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങളാണ് വൃക്കകളും കരളും. തെറ്റാണ്, തെറ്റാണ്. അപ്പൊ 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായി വരുന്നത്. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത്? 2023 നിപ്പ രോഗം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഓപ്ഷൻ സി ആണ്, കോഴിക്കോടാണ്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മിത്രകീടങ്ങൾ, ഉറുമ്പുപൊടി, വേപ്പിൻകുരുസത്ത്, വെളുത്തുള്ളി മിശ്രിതം. പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ളതാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉറുമ്പുപൊടിയാണ്. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? വേരുകളെ വായുവിലേക്ക് വളരുന്ന രീതിയിൽ. ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ആൻസർ കിട്ടും. എയ്റോപോണിക്സ് ആണ്. വായു എന്നുള്ള അർത്ഥത്തില് എയ്റോപോണിക്സ് ആണ്. ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത്? ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്രകീർണനമാണ്. പ്രകീർണനം. അടുത്ത ചോദ്യം, ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് അല്ലെങ്കിൽ ശരിയായവ കണ്ടെത്തുക. നോക്കാം. ആറ്റത്തിന്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ശരിയാണ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നു. അതെന്താണ്? തെറ്റാണ്. ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റുമാണ് കാണപ്പെടുന്നത്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോണുകൾ. അപ്പൊ തന്നിരിക്കുന്നതിൽ 1, 3 ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സംഭവത്തിലാണ്? ഏത് സംഭവത്തിലാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത്? ഏത് സന്ദർഭത്തിലാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ്. SCERT ടെക്സ്റ്റ് ബുക്കിൽ എടുത്തു പറയുന്നുണ്ട് ഈ ഒരു കേസ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. ഇരുമ്പിന്റെ അയിര് ഏത്? തന്നിട്ടുള്ളതിൽ ഏതാണ് ഇരുമ്പിന്റെ അയിര്? ഓപ്ഷൻ ഡി ആണ്, ഹേമറ്റൈറ്റ് ആണ്. പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജമാറ്റം എന്താണ്? താഴേക്കാണ് പതിക്കുന്നത്. അപ്പൊ അതിനുണ്ടാകുന്ന ഊർജമാറ്റം എന്താണ്? ഓപ്ഷൻ സി ആണ്, എന്ത്? ഗതികോർജം വർദ്ധിക്കും. അതായത് ചലനം മൂലം അവിടെ ഗതികോർജം കൂടും, പിന്നെ അവിടെ സ്ഥിതികോർജം കുറയും. ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ഉള്ള ഊർജമാണ് സ്ഥിതികോർജം, അത് കുറയും. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലാണ് INS മഹേന്ദ്രഗിരി. ഇത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്? ഓപ്ഷൻ സി ആണ്, ഒഡീഷയുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ്? ചാമ്പ്യന്മാരായ രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്, സ്പെയിൻ ആണ് 2023 ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വിസർജന അവയവം അല്ലാത്തത് ഏതാണ്? ഏതാണ് വിസർജന അവയവം അല്ലാത്തത്? വൃക്കയുണ്ട്, ഹൃദയമുണ്ട്, ശ്വാസകോശമുണ്ട്, ത്വക്കുണ്ട്. ഇതിനകത്തിൽ വിസർജന അവയവം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഹൃദയമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? എയ്ഡ്സ്, എലിപ്പനി, ഡിഫ്തീരിയ, ക്ഷയം. ഇതിനകത്ത് വൈറസ് മൂലം ഉണ്ടാകുന്ന അസുഖം ഏത്? ഓപ്ഷൻ എ ആണ്, എയ്ഡ്സ് ആണ്, എയ്ഡ്സ്. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ്? പുകവലി മൂലം ഉണ്ടാകുന്ന രോഗം തന്നെ ചോദിച്ചാൽ ഓപ്ഷൻ ഡി ആണ്, അത് എംഫിസീമയാണ്. എംഫിസീമ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏത്? കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് നടപ്പിലാക്കിയ പദ്ധതിയാണ് എൽസ. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? 2023 ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘു ഘടകം. ദഹനഫലമായിട്ട് പ്രോട്ടീൻ വിഘടിക്കും. ഈ വിഘടിച്ചുണ്ടാകുന്ന ലഘു ഘടകത്തിന്റെ പേര് എന്താണ്? എന്താണ്? ഓപ്ഷൻ സി ആണ്, അമിനോ ആസിഡ് ആണ്.
കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫുട്ട് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ്, ഫംഗസ് ആണ്. ഓക്കെ, നമ്മൾ പറയാറുണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായി എന്നൊക്കെ അല്ലെ. അടുത്ത ചോദ്യം, പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നതാണ്? പ്രമേഹം ഉണ്ടാകുന്നത് ഏത് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് കൊണ്ടാണ്? ഓപ്ഷൻ എ ആണ്, ഇൻസുലിന്റെ കുറവ് മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഏത്? ഓപ്ഷൻ സി, ആരോഗ്യ കിരണം. ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായിട്ട് പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കക്കോടി. അത് കോഴിക്കോടാണ്. കക്കോടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞനാര്? ഡോക്ടർ എം എസ് സ്വാമിനാഥൻ. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏതാണ്? ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്തരം ഏത്? ഹൃദയത്തെ ആണ് ക്വസ്റ്റ്യൻ. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, പെരിക്കാർഡിയം ആണ്. പെരിക്കാർഡിയം. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ആണ് ഓപ്ഷൻ സി, BCG. ഏതാണ്? BCG. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം, സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇനിയുള്ള ചോദ്യങ്ങൾ എന്താണ്? നമ്മുടെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മാത്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. പിന്നെ ഇതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇതും SCRT ബേസ് ചെയ്തിട്ടാണ് മാത്സ് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും മാത്സ് ഒട്ടും ബേസ് ഇല്ലാത്തവർക്ക് പോലും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് PSC ബേസിക്സിന്റെ ആപ്പിൽ SCRT ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് SCRT ക്ലാസ്സുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ SCRT ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നമ്മുടെ JK തോട്ട്സിന്റെ യൂട്യൂബ് വീഡിയോസ് തീർച്ചയായിട്ടും കാണുക. LGS ലെവലിൽ കംപ്ലീറ്റ് പോർഷൻസും കവർ ചെയ്ത് തരുന്നതായിരിക്കും. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.